ശക്തിവേൽ പളനിസ്വാമി. ശക്തിവേൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു തമിഴനായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അയാളുടെ അച്ഛൻ പളനിസ്വാമി. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ശക്തിവേലിന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ കോളേജിലെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെട്ടു. പകരം മാനേജ്മെന്റിന് താല്പര്യമുള്ള ഒരാളിന് ആ സീറ്റ് കൊടുത്തു. എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും നീതി കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ ശക്തിവേലിന്റെ അച്ഛൻ പളനിസ്വാമി അത് ചെയ്തു. ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സാക്ഷിയാക്കി. അച്ഛന്റെ മരണം കൺമുന്നിൽ കണ്ട ശക്തിവേലിന് സമനില നഷ്ടപ്പെട്ടു. പിന്നെ സാറിന് അറിയാവുന്ന പോലെ കേരളം കണ്ടത് തീവ്രമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു. പ്രക്ഷോഭത്തിന്റെ ഒടുവിൽ സർക്കാരിന് ഇടപെടേണ്ടി വന്നു. ശക്തിവേലിന് അതേ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിൽ അയാൾ തീർത്തും ഏകാഗിയായിരുന്നു. അയാളുടെ അടക്കി വെച്ച രോഷവും പ്രതിഷേധവും ഒക്കെ അയാൾ അന്ന് ചില ലിറ്റിൽ മാഗസീൻസിൽ എഴുതിയ കുറിപ്പുകളിൽ കാണാം. ശക്തി ശരിക്കും ഒരു എക്സെൻട്രിക് ആയിരുന്നു സർ. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്നൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഷൂ ത്രോയിങ് എന്ന പ്രതിഷേധ പരിപാടി ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയത് ശക്തിയാണെന്നാ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കോളേജിൽ ഒരു വിസിറ്റിന് വന്നപ്പോഴായിരുന്നു അത്. ഹി വാസ് റിമാൻഡഡ് ഫോർ ദാറ്റ് ഒഫൻസ്. പക്ഷെ കേസ് ഒന്നും ആകാതെ പോയി. സോ ഡോക്ടർ ശക്തിവേൽ പളനിസ്വാമി is our man. ഈ കേസ് അന്വേഷണത്തിൽ സ്ഥിരം രീതികൾക്ക് വലിയ പ്രസക്തിയില്ല സർ. കാരണം ഇവിടെ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ തികച്ചും അൺകൺവെൻഷനലാണ്. അഴിമതിയിലൂടെയും അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനത്താലും ഒതുക്കപ്പെട്ട 2 കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട 4 പ്രതികളും അവരെ സഹായിച്ച 2 പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ക്രൈമിൽ വിനോദ് എങ്ങനെ ഇരയായി എന്ന് നമുക്ക് ആശയക്കുഴപ്പമുണ്ടായി. അയാൾ എന്തിന് കൊല്ലപ്പെട്ടു എന്നതിന് നമുക്ക് ഉത്തരം കിട്ടുന്നത് പിന്നീട് രണ്ടാമത് നടന്ന ഇൻസിഡന്റിലൂടെയാണ്. വിനോദിന്റെ സഹായത്തിലൂടെ രക്ഷപ്പെട്ട പീഡനക്കേസിലെ പ്രതികളാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 പേർ. ഇവിടെയും there is an odd man out, കുമാർ വല്യവീടൻ. അയാളുടെ കൊലപാതകം സൂചിപ്പിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന ഒരു ക്രൈമിനെയാണ്. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ബ്ലോഗുകളും ഞാൻ പരിശോധിച്ചു. അഴിമതിയും നീതി നിഷേധങ്ങളും തടയാൻ കഴിയുന്ന അതിമാനുഷ്യനായ ഒരു വ്യക്തി, എ ലോൺ ക്രൂസൈഡർ. അങ്ങനെ ഒരു സങ്കല്പം അയാളുടെ റൈറ്റിംഗിലുണ്ട്. സോ യു തിങ്ക് അയാൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ അയാൾ വിറ്റ്നസ് ചെയ്ത 2 ഇൻസിഡൻസ്, 2 നീതി നിഷേധങ്ങൾ, അതാണ് അയാൾ ഈ കൊലപാതകങ്ങളിലേക്ക് ട്രിഗർ ചെയ്തത്. പക്ഷെ സാറിപ്പ പറഞ്ഞ പോലെ ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ എടുത്തു ചാടി കൊലകൾ നടത്തിയ ഒരാളല്ല ഡോക്ടർ ശക്തിവേൽ. വർഷങ്ങൾ നീണ്ട ഒരു ബിൽഡപ്പ്, ഒരു ഡീറ്റെയിൽ സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ അയാൾക്കുണ്ടായിരുന്നു. അയാൾ അറിയാതെ അയാളുടെ ബോധ്യങ്ങൾക്കൊപ്പം അബോധമായി അയാളിൽ വളരുന്ന ഒരു ഹിംസാത്മകത, ഒരു വയലൻസ് അയാൾക്കുണ്ടായിരുന്നു. യെസ്, ആസ് യു ഹാവ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്. അയാളുടെ ജോലി സ്ഥലത്ത് നടന്ന ഉപജാപത്തിൽ നിശബ്ദമാക്കപ്പെട്ട ഒരു ഹീനമായ കുറ്റകൃത്യം. മെഡിക്കൽ മാഫിയകളുടെ വിലപേശലുകളിൽ ജീവൻ പിളിഞ്ഞുപോയ 8 കുട്ടികൾ, അവരുടെ അച്ഛനമ്മമാരുടെ കൂട്ടക്കരച്ചിലുകളും നിസ്സഹായമായ പ്രതിഷേധങ്ങളും. ഈ സംഭവങ്ങൾ ശക്തിവേലിന്റെ ഉള്ളിലെ അപകടകാരിയായ അവരിനെ വെളിയിൽ കൊണ്ടുവന്നിരിക്കാം. ദാറ്റ്സ് വാട്ട് ഐ ഗസ്.
അയാളെ ട്രേസ് ചെയ്യാനുള്ള ഒരു ലീഡും ഇല്ല സർ. ഉപയോഗിച്ചിരുന്ന സിം കാർഡുകൾ അപ്പപ്പോൾ തന്നെ അയാൾ മാറ്റിയിരുന്നു. ഒരു സർവൈലൻസ് ക്യാമറയിലും അയാളുടെ മുഖം പതിഞ്ഞിട്ടില്ല. സർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറും സ്പെക്കുലേഷന് മുകളിലാണ്. സർ, അപ്പോ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി? ഐ എം കമ്മിങ് ടു ദാറ്റ്. സർ, ഷീസ് ശ്രേയ വെങ്കടേഷ് ഫ്രം ബാംഗ്ലൂർ. അച്ഛൻ കന്നഡിക, അമ്മ മലയാളി. ഷീ വാസ് 1 year ജൂനിയർ ടു ഹിം. ശക്തിവേൽ എത്ര ഒഴിഞ്ഞു മാറിയിട്ടും അവൾ അയാളോട് അടുത്തു. ഒറ്റപ്പെട്ട രണ്ടു പേർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വിചിത്രമായ ബോണ്ടിങ്. അവരെ രണ്ടാളെയും അറിയാവുന്ന സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് വല്ലാത്തൊരു ന്യൂറോട്ടിക് ഇന്റൻസിറ്റി അവർക്കിടയിലുണ്ടെന്നാണ്. നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന കുറ്റവാളികളെ ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിക്കുന്ന ഒരു ഉന്മാദി, വൺ മാൻ ആൾട്ടർനേറ്റ് ജുഡീഷ്യറി വളരെ അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. who's going to be the next target, sir? നോ 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 അത്തരം സ്പെക്കുലേഷനേക്കാൾ ഇപ്പോൾ പ്രധാനം ഡോക്ടർ ശക്തിവേലിനെയും അയാളുടെ കാമുകയും പിടിക്കുക എന്നതാണ്. ഈ സ്റ്റേറ്റ് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു മാൻ ഹണ്ട്. ഞാൻ ഈ സോണൽ ADGPs ഒക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടട്ടെ. സാർ, ഇനി എന്നെ പോകാൻ അനുവദിക്കണം. ഈ മാൻ ഹണ്ട് നടത്തേണ്ടത് സ്റ്റേറ്റ് പോലീസിന്റെ മിഷനറിയാണ്. എനിക്കതിൽ വലിയ റോളില്ല. Are you sure? യെസ് സർ, ഐ ആം വെരി ഷുവർ. എനിക്ക് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തേ മതിയാവും. ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സർ,